ഭാരതാംബ വിവാദത്തിൽ കേരള ഗവർണറുടെ പാത പിന്തുടർന്ന് ബംഗാൾ രാജ്ഭവനും വിവാദ ചിത്രം ഉപയോഗിക്കാൻ ഗവർണർ സി വി ആനന്ദബോസിന്റെ നിർദ്ദേശം. വിവാദം തുടരുമ്പോഴും രാജ്ഭവനിലെ പരിപാടികളിൽ തുടർന്നും ഭാരതാംബ ചിത്രം ഉപയോഗിക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർദ്ദേശം നൽകി. വിഷയത്തിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. ഗവർണറെ ഭരണഘടന പഠിപ്പിക്കാൻ SFI തെരുവിലിറങ്ങുമെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് 24നോട് പറഞ്ഞു. ആർലേക്കർ വന്ന സമയത്ത് തന്നെ ഞങ്ങൾ പ്രതികരിച്ചിരുന്നു. ആർലേക്കർ ഒരു ഹാർഡ് കോർ RSSകാരനാണ്. പക്ഷേ ഭരണഘടനാപരമായൊരു പദവി ഗവർണറുടെ പദവിയിൽ ഇരിക്കുമ്പോൾ ആ പദവിയോട് അദ്ദേഹം ബഹുമാനം കാണിക്കാൻ തയ്യാറാവണം. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മലിനമായ രാഷ്ട്രീയം അദ്ദേഹം ഉള്ളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ഗവർണറോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം ഗവർണർ പദവിയിലിരിക്കുന്നു. കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ജനങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ഗവർണർ പദവിയിലിരിക്കുന്നത്. ഒഴിവ് സമയത്ത് അദ്ദേഹം ഭരണഘടനയുടെ പുസ്തകം ഒന്ന് തുറന്ന് അത് വായിക്കാൻ തയ്യാറാവണം. അതിന് അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ ഗവർണറെ SFI ഭരണഘടന പഠിപ്പിക്കാൻ തെരുവിലിറങ്ങും. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ബംഗാളിലും ഇതേ രീതി തന്നെ പരീക്ഷിക്കാനാണ് ഇപ്പോൾ ഗവർണർ ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇവിടെ ഗവർണർ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ എന്ത് എന്നുള്ളതാണ് വളരെ പ്രധാനമാകാൻ പോകുന്നത്. സർക്കാർ ഇനി കത്ത് നൽകുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. കൂടാതെ ഏത് തരത്തിലേക്ക് ഔദ്യോഗിക പരിപാടികൾ ഇനി രാജ്ഭവനിൽ ഇങ്ങനെ അങ്ങോട്ട് നടത്താൻ പറ്റുമെന്ന ചോദ്യമുണ്ട്. അതുമായി സർക്കാർ മുന്നോട്ട് പോകും. അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം വരാനുണ്ട്. അതിനിടെയാണ് SFIയുടെ പ്രതിഷേധം അവർ കടുപ്പിക്കുന്നു എന്ന സൂചന കൂടി നൽകുന്നത്. അനുജ, പ്രത്യക്ഷത്തിൽ ഇത് രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ആശയ സമരത്തിന് അപ്പുറത്തേക്ക് ഇത് RSSും ഒപ്പം തന്നെ ഇടത് സംഘടനകളുമായി നടക്കുന്ന ഒരു ആശയ യുദ്ധമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കേരളത്തിന് പുറത്തേക്കുള്ള സംസ്ഥാനത്ത് പശ്ചിമ ബംഗാളിൽ പോലും അവിടെയും ഉണ്ടായിരുന്ന പഴയ രാഷ്ട്രീയ ചരിത്രമൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടാണ് RSS അവിടെയും അത്തരത്തിലുള്ളൊരു ഹിന്ദു ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ രീതിയിലുള്ള ഒരു നിലപാടെടുക്കുന്നതെന്നുള്ള ഒരു വിലയിരുത്തലാണ് നിലവിൽ CPIM കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ സൂക്ഷ്മതയോട് കൂടി തന്നെ കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു വിലയിരുത്തൽ CPIMനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി അതായത് ആദ്യഘട്ടത്തിൽ തന്നെ രാജ്ഭവനിൽ നിന്നും ഇത്തരത്തിലൊരു ഒളിച്ചുകടത്തിലാണ് ഈ ഗവർണർ ഉദ്ദേശിച്ചിരുന്നത്. സാധാരണ സർക്കാർ പരിപാടികളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് ഈ രീതിയിൽ ഒരു ഭാരതാംബയെ പ്രതിഷ്ഠിക്കുകയും അതിനെ അതായത് സർക്കാരിന് കൊടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിലൊന്നും ഈ ഷെഡ്യൂളുകളിലൊന്നും ഈ പറയുന്ന ഭാരതാംബയെ പറ്റിയുള്ള യാതൊരുവിധ വിശദാംശങ്ങളും ഇല്ലാതെ ഈ രീതിയിൽ ഒളിച്ചു കടത്താൻ ശ്രമിച്ചത് വലിയ രീതിയിലുള്ള ഹിന്ദു ധ്രുവീകരണം ഇതിന്റെ പിന്നിലുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം വലിയ അട്ടിമറി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നിലവിലത്തെ കേരള ഗവർണറെ വെച്ചുകൊണ്ട് RSS നടക്കുന്ന നീക്കമാണെന്ന് നേരത്തെ തന്നെ CPIMനകത്ത് ഒരു നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രത്യക്ഷമായ സമരങ്ങളിലേക്ക് പോകേണ്ട, നിലവിൽ SFIയുടെ സമരം ഇത് നടക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ പോകേണ്ട നിലപാടുണ്ട്. പക്ഷേ രാജ്ഭവൻ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് ഇനി എല്ലാവിധ സർക്കാർ പരിപാടിയാണെങ്കിലും രാജ്ഭവന്റെ ഏത് പരിപാടിയാണെങ്കിൽ കൂടി അവിടെ ഭാരതാംബ ഉണ്ടാകും. ഭാരതാംബയുടെ ചിത്രത്തിന് മുൻപിൽ വിളക്ക് തെളിയിക്കും. ഇനി ഒപ്പം തന്നെ അത് പൂവിട്ട് പൂജിക്കുന്ന എല്ലാ തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്ന കടുത്ത നിലപാട് രാജ്ഭവൻ സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനി ഇതുമായി ബന്ധപ്പെട്ട് SFI അത് ഈ രാജ്ഭവൻ ഇങ്ങനെയുള്ള സമീപനം തുടരുകയാണെങ്കിൽ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ മുന്നിൽ നിർത്തി ഈ രീതിയിൽ ഉള്ള വർഗീയ വിഷം കുത്തിക്കയറ്റാൻ ശ്രമിക്കുകയാണ് SFI ആരോപിക്കുകയും ചെയ്യുമ്പോൾ ഒപ്പം തന്നെ ഈ രീതിയിൽ ഇന്നിപ്പോൾ രാജ്ഭവന് മുന്നിലേക്ക് SFIയുടെ സമരമുണ്ട്. SFIയുടെ പ്രതിഷേധ മാർച്ചുണ്ട്. വെള്ളയമ്പലത്ത് 100 മീറ്റർ രാജ്ഭവന് 100 മീറ്റർ മുമ്പിൽ വെച്ച് തന്നെ അത് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. 11 മണിയോട് തന്നെ ഈ മാർച്ച് ആരംഭിക്കും എന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ SFIയുടെ മാർച്ച് രാജ്ഭവനിൽ ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുണ്ടാകും. അനുജ, ഭാരതാംബയുടെ ചിത്രം വയ്ക്കുക എന്ന തീരുമാനത്തിൽ പിന്നോട്ടില്ല എന്നുള്ളത് രാജ്ഭവൻ വ്യക്തമാക്കുമ്പോൾ SFI കടുത്ത സമരമുറകളിലേക്ക് പോവുകയാണ്. രാജ്ഭവനിലേക്കുള്ള അവരുടെ പ്രതിഷേധം അല്പസമയത്തിനകം ആരംഭിക്കും.